ലോകത്തിൽ തന്നെ മികച്ച ചികിത്സ ലഭിക്കുന്ന അനവധി ഇടങ്ങളിൽ ഒന്നാണ് ഷാർജയും. ഇവിടെ അണുബാധയെ തുടർന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു മലയാളി യുവതി ചികിത്സ നേടി എത്തിയിരുന്നു. എന്നാൽ ചികിത്സയുടെ പിഴവ് മൂലം പിന്നീട് ഇവർ മരണപ്പെടുകയായിരുന്നു. ഈ മരണത്തിൽ ദുരൂഹത തോന്നിയ കുടുംബം കേസ് കൊടുക്കുകയും ഇപ്പോൾ കോടതി ഇടപെട്ട് ആ കേസുകൾക്ക് ഒത്തുതീർപ്പ് കൽപ്പിച്ചിരിക്കുകയുമാണ്. ഇതിലെ പ്രധാന കഥയെന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനായ ഡോക്ടർ തന്നെയാണ് ഇവരെ ചികിത്സിച്ചത് എന്നുള്ളതാണ്. എന്തായാലും കോടതി ഇടപെട്ട് സോൾവ് ചെയ്ത ആ കേസിന്റെ വസ്തുതയിലേക്ക്. ചികിത്സാ പിഴവിനെ തുടർന്ന് മലയാളി നേഴ്സ് ഷാർജയിൽ മരിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരം വിധിച്ചിരിക്കുകയാണ് കോടതി. കൊല്ലം പത്തനാപുരം സ്വദേശിനിയും ഷാർജ യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ നേഴ്സുമായിരുന്ന ബെല്ലി ജോസഫ് എബ്രഹാമിന്റെ മരണത്തിൽ 78 ലക്ഷം രൂപ നഷ്ടപരിഹാരമാണ് ഷാർജ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. നഷ്ടപരിഹാരമായി 39 ലക്ഷം രൂപയും കോടതി ചെലവിനത്തിൽ മറ്റൊരു 39 ലക്ഷം രൂപയും മരണപ്പെട്ട യുവതിയെ ചികിത്സിച്ച ഷാർജയിലെ ഡോക്ടർ സണ്ണി മെഡിക്കൽ സെന്ററും ഡോക്ടർ ദർശൻ പ്രഭാത് രാജറാം എന്ന പി നാരായണരായരും അടയ്ക്കണമെന്നും ബ്ലസ്സി ടോമിന്റെ ഭർത്താവ് ജോസഫ് എബ്രഹാമിനും അവരുടെ 2 മക്കൾക്കുമാണ് നഷ്ടപരിഹാര തുക നൽകേണ്ടതെന്നും കോടതി വിധിയിൽ പറഞ്ഞു. 2015 നവംബറിലാണ് അണുബാധ ഉണ്ടായതിനെ തുടർന്ന് ബ്ലസ്സി ചികിത്സ തേടി സ്വകാര്യ ക്ലിനിക്കിൽ എത്തിയത്. ബ്ലസ്സിക്ക് ഡോക്ടർ ആന്റിബയോട്ടിക്കുകൾ ഇഞ്ചക്ഷനുകൾ നൽകി. എന്നാൽ ബ്ലസ്സി പെട്ടെന്ന് ബോധരഹിതയാവുകയായിരുന്നു. ഉടൻ തന്നെ ഷാർജയിലെ അൽഗസാമി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ബ്ലസ്സിയുടെ മരണം ചികിത്സാ പിഴവ് കൊണ്ടാണ് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ദുബായ് മുനിസിപ്പാലിറ്റിയിലെ ലാബ് അസിസ്റ്റന്റായ ഭർത്താവ് ജോസഫ് എബ്രഹാം നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തി മരുന്നിന്റെ റിയാക്ഷൻ മൂലമാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഈ കേസ് കോടതിയിലെത്തിയത്. തുടർന്ന് കോടതിയാണ് കുടുംബത്തിന് നഷ്ടപരിഹാരം വിധിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഈ ഡോക്ടർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു. ബ്ലസ്സി മരിച്ചതോടെ ഡോക്ടർ നാരായണ റാ UAE-യിൽ നിന്ന് നാട് വിട്ടിരുന്നു. 3.5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഭർത്താവ് ജോസഫിന് നീതി ലഭിച്ചത്. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച മലയാളി നേഴ്സിന്റെ കുടുംബത്തിന് 78 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി ഷാർജ കോടതി വിധിച്ചിരിക്കുന്നത്. 2015 ഡിസംബർ 2-ന് കുത്തിവയ്പ് എടുത്തതിനെ തുടർന്ന് ഷാർജ യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായിരുന്ന ബ്ലസ്സി ടോം എന്ന 32 വയസ്സുകാരിയാണ് മരിച്ചത്. 3.5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഭർത്താവായ ജോസഫിന് നീതി ലഭിച്ചത്. ഷാർജയിലെ ഒരു സ്വകാര്യ ക്ലിനിക്കും ചികിത്സിച്ച ഡോക്ടറുമാണ് കോടതി ചെലവും മറ്റുമുൾപ്പെടെ 4 ലക്ഷം ദിർഹം നൽകേണ്ടത്. ഡോക്ടറുടെയും ക്ലിനിക്കിന്റെയും കടുത്ത അശ്രദ്ധ തന്നെയാണ് ഈ മരണത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയത്. അതിനെ തുടർന്നാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നതും. കൊല്ലം പത്തനാപുരം സ്വദേശിനിയായ ബ്ലസ്സി ടോം നെഞ്ചിലെ അണുബാധയെ തുടർന്നാണ് ക്ലിനിക്കിൽ ചികിത്സ നേടിയത്. എന്നാൽ പരീക്ഷണ ഡോസ് നൽകാതെ ആന്റിബയോട്ടിക്കുകൾ നേരിട്ട് കുത്തിവെച്ചതാണ് ഇവരുടെ മരണത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയത്. പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് നീങ്ങിയ ബ്ലസ്സിയെ ഉടൻ തന്നെ ഷാർജ അൽ കാസിമി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് ഹൃദയാഘാതം കാരണം മരണം സംഭവിക്കുകയായിരുന്നു. മരണത്തിൽ അസ്വാഭാവികത തോന്നിയ കുടുംബം പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് അന്വേഷിച്ചത്. എന്തായാലും മരണപ്പെട്ട ആ വീട്ടമ്മയ്ക്ക് പകരമാവില്ല 78 ലക്ഷം രൂപ. എന്നാൽ ഇനി ചികിത്സാ പിഴവ് ഉണ്ടാവരുതെന്ന കാരണത്താലാണ് കോടതി ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്.